നമസ്കാരം. ജമ്മു കാശ്മീരിലെ പുൽവാമയിലുണ്ടായ ചാവേറാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി സൈനികൻ വി വസന്തകുമാറിന്റെ മൃതദേഹം ഇന്നലെ വൈകിട്ടായിരുന്നു വീട്ടിലെത്തിച്ചത്. വൻ ജനാവലി തന്നെയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നതും. നാടിനു വേണ്ടി ജീവൻ ബലി നൽകിയ ജവാനെ അവസാന ഒരു നോക്കു കാണുന്നതിനായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി പേർ എത്തിയിരുന്നു. കണ്ണൂരിൽ നിന്ന് CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് അലക്സ് ജോർജും സംഘവും എത്തിയിരുന്നു. അവസാനമായി വസന്തകുമാറിനെ കാണാൻ കഴിയില്ലെന്ന കാര്യം കുടുംബത്തെ അറിയിക്കേണ്ടത് അലക്സ് ജോർജിന്റെ ഉത്തരവാദിത്തമായിരുന്നു. വസന്തകുമാറിന്റെ അർദ്ധ സഹോദരൻ സജീവനെയായിരുന്നു ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അറിയിച്ചത്. വസന്തകുമാറിന്റെ പെട്ടി തുറക്കില്ല, ഭൗതിക ശരീരം കാണാൻ ആരും വാശി പിടിക്കരുത്, ഉറ്റവരെ ഇത് അറിയിക്കണം എന്നായിരുന്നു അലക്സ് ജോർജ് പറഞ്ഞത്. മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം കുടുംബാംഗങ്ങളെ ഇക്കാര്യം അറിയിച്ചു. തുടർന്ന് വസന്തകുമാർ ഉപയോഗിച്ച വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുകയായിരുന്നു. അതേസമയം കശ്മീരിൽ പുൽവാമ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികന്റെ സംസ്കാര ചടങ്ങിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു 10 വയസ്സുകാരിയായ മകൾ. UPയിലെ കനൌജ് സ്വദേശിയായ പ്രദീപ് സിംഗ് യാദവിന്റെ മകൾ സുപ്രിയയാണ് അച്ഛന്റെ വിയോഗം സഹിക്കാനാകാതെ ബോധഹീനയായത്. കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ സിംഗിന്റെ 2.5 വയസ്സുകാരിയായ മകൾ ഉറങ്ങിക്കിടക്കുന്ന അച്ഛന് ചുറ്റിലുമുയരുന്ന അമർ രഹേ മുദ്രാവാക്യങ്ങളും മറ്റും കേട്ട് അമ്പരപ്പോടെ ചുറ്റും നോക്കുകയായിരുന്നു. പ്രദീപ് സിംഗിന്റെ സംസ്കാര ചടങ്ങിൽ ലോകം സാക്ഷ്യം വഹിച്ച അതേ സാഹചര്യം തന്നെയായിരുന്നു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് സൈനികരുടെയും സംസ്കാര ചടങ്ങിലുണ്ടായത്. UPയിലെ മഹാരാജ് ഗഞ്ച്, ആഗ്ര, മെയിൻപുരി, ഉന്നാവോ, കാൺപൂർ, ചദൌലി എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികരും ആക്രമണത്തിൽ ബലിദാനികളായി. ഇവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും അമർ രഹേ വിളിച്ച 100 കണക്കിന് ആളുകളാണ് എത്തിയത്. അതേസമയം തങ്ങൾക്കുണ്ടായ നികത്താനാകാത്ത നഷ്ടത്തിലും സമചിത്തത കൈവിടാതെയാണ് മിക്ക സൈനികരുടെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചതും. രാജ്യത്തിന് വേണ്ടിയുള്ള ദേഹത്യാഗത്തിൽ അഭിമാനിക്കുന്നുണ്ടെന്നും എന്നാൽ പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകണമെന്നുമായിരുന്നു മിക്ക സൈനികരുടെയും കുടുംബാംഗങ്ങളിൽ നിന്നുള്ള പ്രതികരണം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.